വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ശനിയാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ ഇവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പെരുന്നാൾ നമുക്ക് ഉലോഹ്യത്തിൻ്റെ ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഇറച്ചിയെടുത്ത് ഇന്ന് അടിപൊളി ബീഫ് കറി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ രീതിയിൽ അങ്ങ് ഉണ്ടാക്കിയാൽ പിന്നെ ഈ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയും ടേസ്റ്റിലാണ് ഈ ബീഫ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അതിശക്തമായ മഴ ഇപ്പോഴും തുടരല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പാത്തൂസിനും ആച്ചി മോനിന്ന് മദ്രസയിൽ പോകണ്ട എന്ന് പറഞ്ഞങ്ങോട്ട് വാശി പിടിച്ചിരിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോന് മദ്രസയിൽ പോകുന്ന സമയത്ത് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മഴക്കോട്ടിട്ടങ്ങായിട്ട് പൊക്കോളൂ മോനെ, മദ്രസ മുടങ്ങിയിരിക്കേണ്ട, മദ്രസയിൽ ദിവസവും പോകണം, മദ്രസ പഠനം ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല. അപ്പോൾ മോൻ എന്തായാലും ഇന്ന് മദ്രസയിൽ പോകണമെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യം കൂടി ഷർട്ടും പിടിച്ചെങ്കിലും അവൻ മദ്രസയിലേക്ക് യാത്രയായി പോയിട്ടോ. അതിന് തൊട്ട് പിന്നാലെ പാത്തൂസിനെ മദ്രസയിലാക്കണം. പാത്തൂസിനെ മദ്രസയിലാക്കണ്ട എന്ന് ഞാൻ ആദ്യം തന്നെ കരുതിയിട്ടോ. പിന്നെ എന്തിനാ മുടക്കി വീട്ടിലിരുത്തുന്നത്, മദ്രസയിൽ പോയി 2 അക്ഷരം പഠിച്ച അത്രയും പുണ്യമാണ്. അപ്പോൾ നമുക്ക് സേഫായിട്ട് തന്നെ നമുക്ക് മദ്രസയിലേക്ക് എത്തിച്ചു കൊടുക്കണം പാത്തൂസിനെ കേട്ടോ. അപ്പോൾ മാവൂത സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു, നല്ല പോലെ അങ്ങോട്ട് പതഞ്ഞ് അങ്ങോട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ അതിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബോറടി ആവില്ലേ എന്ന് കരുതിയിട്ടാട്ടോ അതിനെ എടുത്തെടുത്ത് പറയാത്തത് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഇഡ്ഡലിയും ചട്നിയാട്ടോ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. അതിന് ശേഷം നമുക്ക് ഉലോഹ്യത്തിൻ്റെ ഇറച്ചി അടിപൊളി റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ടോ. സ്കിപ്പ് ചെയ്താൽ എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറഞ്ഞു പോവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വളരെ രുചികരമായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് കറിയാണ് ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. പിന്നെ ഇതാ ചട്നിക്കുള്ള അരപ്പുത റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സിയിലടിച്ചങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. അതിന് ശേഷം താളിച്ച ശേഷം നമുക്ക് പാത്തൂസിന് ഫുഡ് കൊടുത്ത് നേരെ മദ്രസയിലേക്ക് പാത്തൂസിനും കൊണ്ട് പോവാട്ടോ. അങ്ങനെ മദ്രസയിലേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് അങ്ങോട്ട് നീങ്ങിയപ്പോൾ പൊന്നോ എന്താ മഴ, ശക്തമായ മഴയായിരുന്നു കേട്ടോ. ഞാൻ സേഫായി തന്നെ മെല്ലെ മെല്ലെ നടന്നങ്ങായിട്ട് മദ്രസയിലേക്ക് എത്തിച്ചു കൊടുത്തു കേട്ടോ. തിരിച്ചു ചെന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. എന്തിനാ പറഞ്ഞേച്ചി ഈ മഴയത്ത് എന്ന് ചിന്ത വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവളെ വിളിക്കാൻ പോകുന്ന സമയത്ത് മഴയൊക്കെ ശാന്തതയായി കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. അങ്ങനെ അവളെ പോയി വിളിച്ചു. അപ്പോൾ അവൾ സേഫായിട്ട് അതിന് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. ഇത് പോകുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോ മദ്രസയ്ക്ക്. രുചികരമായി എത്ര കഴിച്ചാലും പിന്നെയും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന അടിപൊളി ടേസ്റ്റിൽ ബീഫ് കറി നമുക്ക് റെഡിയാക്കി എടുത്താലോ. സബോള കുട്ടനരിഞ്ഞത്, പിന്നെ തക്കാളി കുട്ടനരിഞ്ഞത്, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ ചെറുള്ളി നല്ലപോലെ ഞാൻ എടുത്തോട്ടോ. നമ്മുടെ ഈ ബീഫ് കറിക്ക് ചെറുള്ളി നല്ലപോലെ ചേർത്ത് കഴിഞ്ഞിട്ട് ബീഫ് കറി അങ്ങോട്ട് റെഡിയാക്കിയാൽ പിന്നെ വളരെ ടേസ്റ്റായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ നല്ലപോലെ കുരുമുളക് ചേർത്താൽ മതി കേട്ടോ. മുളക് പൊടി ഇടുന്നേക്കാളും കൂടുതൽ കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കതിലേക്ക് മസാല റെഡിയാക്കി എടുക്കണം കേട്ടോ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ അതാ സബോള കുട്ടനരിഞ്ഞതും ചെറുള്ളി കുട്ടനരിഞ്ഞതും വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തോട്ടോ. അതിനുശേഷം നമ്മുടെ തക്കാളി കുട്ടനരിഞ്ഞതും പച്ചമുളകും ഇഞ്ചി പേസ്റ്റും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തോട്ടോ. എന്നിട്ട് തീ കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. അങ്ങനെ നല്ലപോലെ ഇതാ വഴറ്റിയെടുത്ത് സെറ്റാക്കി വെച്ച ശേഷം തീ കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനാട്ടോ പോകുന്നത്. മുളക് പൊടി പാകത്തിന് കേട്ടോ, പിന്നെ കറി മസാലപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി പാകത്തിന്,
പിന്നെ മല്ലിപ്പൊടി നല്ലപോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടോ. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ മസാലക്കൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ കൈ വെച്ച് കുഴച്ചെടുത്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ബീഫ് വേവിക്കാൻ ആവശ്യമായ വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കണം. അതാ നല്ലപോലെ കൈ വെച്ച് ഇതേ രീതിയിൽ അങ്ങോട്ട് കുഴച്ചെടുത്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരും മറന്നു പോയത് കേട്ടോ. മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറന്നു പോയത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചില കൂട്ടുകാർ രേഖപ്പെടുത്തുന്നുണ്ട്, ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. നല്ലപോലെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉരുളങ്കിഴങ്ങ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ ഏറെ ചേർത്തിട്ടുള്ളത് കേട്ടോ. മുളക് പൊടി കുറച്ചേ ചേർത്തുള്ളൂ. എന്താണെന്നറിയോ, ഒലോഹിയത്തെറിച്ച് നമ്മൾ കറി വെക്കുമ്പോൾ എപ്പോഴും കുരുമുളക് പൊടിയാണ് ടേസ്റ്റ് കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കറി വെച്ചാൽ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. പിന്നെ നമ്മുടെ ഒരു ചെറുനാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. അതിന് ശേഷം വേവിച്ചെടുത്താൽ എൻ്റെ പൊന്നൂ, എത്ര കഴിച്ചാലും പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. അത്രയും ടേസ്റ്റിലാണ് ഞാൻ ഈ ബീഫ് കറി റെഡിയാക്കി എടുത്തത് കേട്ടോ. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ചാനൽ അങ്ങോട്ട് ഉഷാറായി വരുള്ളൂ കേട്ടോ. 4000 വാച്ച് അവർ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്താണെന്നറിയോ, വീഡിയോ കാണുമ്പോൾ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് രേഖപ്പെടുത്തണം, ലൈക്ക് അടിക്കണം. അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ മാക്സിമം എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാലാണ് ചാനൽ ഉഷാറായി വരുള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.